അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് കർക്കിടകത്തിൽ നല്ല ഗുണമേന്മയുള്ള കഞ്ഞിയും തയ്യാറാക്കാൻ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ കഞ്ഞി വെക്കണതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് പച്ചമരുന്നൊക്കെ കൊടുന്ന് നല്ലോണം കഴുകി വേണ്ട പൂത്തുമ്പ ഇതൊക്കെ കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മരുന്ന് ഇവിടെ കഴുകി അരിഞ്ഞ് വെച്ചേക്കുന്നത്. അത് ആ വെള്ളത്തിൽ നിന്ന് എടുത്തതാണ് ഞാൻ കഴുകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറുള ഇതൊക്കെ ചേർത്തുണ്ട്, കല്ലുരുക്കി ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇതെല്ലാം കൂടി ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതാ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറുന്തോട്ടി പറിച്ച് അതും ഞാൻ നല്ലോണം കഴുകി ഇതാ വൃത്തിയാക്കി വെച്ചേക്കണു. കുറുന്തോട്ടി ഇതൊക്കെ എപ്പോഴും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെയൊക്കെ ശരിയാക്കി വെച്ചേക്കുന്നത്. എപ്പോഴും നമുക്ക് ഇതൊക്കെ കഴുകാനും ഇത് എടുക്കാനും തയ്യാറാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കഴുകി വൃത്തിയാക്കി ഇനി ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് നല്ലോണം തിളപ്പിച്ച് പിന്നെ ചെറിയ തീയിൽ അങ്ങനെ ഇട്ടിട്ട് കുറേ നേരം ഇത് വേവണം. ഈ മരുന്നൊക്കെ ഇതിൻ്റെ വെള്ളം മാത്രമേ നമ്മൾ കഷായം പോലെ ആയ വെള്ളം മാത്രമേ നമ്മൾ ഊറ്റിയെടുക്കണുള്ളൂ. അതിലാണ് നമ്മൾ കഞ്ഞി തയ്യാറാക്കാൻ പോണത്. ഓക്കെ, അപ്പം ഇങ്ങനെ തയ്യാറാക്കി നമ്മളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ വാങ്ങുമ്പോഴൊന്നും അത്ര ഗുണം നമുക്ക് കിട്ടിയെന്ന് വരില്ല. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അത്രയും നല്ലതാണ് കഥാ. പിന്നെ അത് പോരാ പച്ചമരുന്ന്. ഇതിൽ മല്ലി, ജീരകം, കടുക്, ചതകുപ്പ, അയമോദകം, കുരുമുളക്, മഞ്ഞൾ ഇതെല്ലാം കൂടി നല്ലോണം ഉണക്കി പൊടിച്ചതാണ് ഞാൻ ഈ പൊടി. ഇതിപ്പോൾ ഒരു ടീസ്പൂൺ പൊടിയൊക്കെയാണ് നമുക്കൊരു നാഴി അരിയിട്ട് വെക്കാൻ വേണ്ടു. അപ്പോൾ ഇതൊന്നൊരു ടീസ്പൂൺ എടുത്തിട്ട് അരയ്ക്കാൻ ഒരു 4 ദിവസത്തിന് 3 ദിവസത്തിനൊക്കെ എടുത്തിട്ട് ഒരു 3 ടീസ്പൂണൊക്കെ എടുത്ത് നല്ലോണം തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് അപ്പോൾ അത് മിക്സിയിൽ നല്ല സോഫ്റ്റായി അരിഞ്ഞ് കിട്ടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ഉണങ്ങല്ലരിയാണ്. ഇതിൽ ഞാൻ കുറച്ച് ഉലുവ ഇട്ടുണ്ട്. നമുക്ക് ഏതരി ഉള്ളത് വെച്ചാൽ തയ്യാറാക്കാം. ഉണങ്ങല്ലരി നാഴി അരി അതിൽ ഞാൻ കുറച്ച് ഉലുവ എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതിൽ ഞാൻ ഈ മരുന്നുകളൊക്കെ തിളപ്പിച്ചിട്ടുള്ള കഷായമുണ്ട്. ആ കഷായത്തിൽ നിന്ന് ആ മരുന്നൊക്കെ തിളപ്പിച്ചിട്ടുള്ള കഷായമാണിത്. ഇതിന്ന് ഇതിലൊരു കപ്പാണ്